ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അത് ഈ മാർച്ച് അവസാനത്തോടു കൂടി തന്നെ ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മൾ ജനഗണന പാടുന്നത് പോലെ എല്ലാം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നു. ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുന്ന 3 or 4 ആർട്ടിസ്റ്റുകളുണ്ടായിരിക്കാം, മുകേഷ് അടക്കമുള്ളവർ. ഈ കുറ്റപത്രം അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ കേസുകളുണ്ട്. ആ കേസുകളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ്. അതും എഴുതി തള്ളുമോ എന്നുള്ള. അതല്ല, മറിച്ച് ഇങ്ങനെ കൈക്കോടി കൊടുക്കാൻ പോകുമ്പോൾ തന്നെ WCC അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരാൻ പോകുന്നു എന്നാണ്. കാരണം ഈ ഒരു കേസും എഴുതി തള്ളാനുള്ളതല്ല, ഇത് പല തരത്തിലുള്ള സ്വാധീനത്തിൻ്റെയും ഭീഷണിയുടെയും പേരിലാണ് പലരും പോലീസിനോട് തുറന്നു പറയാത്തത്. ഇതൊരു പ്രത്യേക അജണ്ട തന്നെയാണ്. ആ അജണ്ട വെച്ചിട്ട് തന്നെയാണ് അന്വേഷണ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അവിടെ പലരും ഭയന്നുകൊണ്ട് തന്നെയാണ് പോലീസിനോട് നടന്ന കാര്യങ്ങൾ തുറന്ന് പറയാത്തത്. എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസ് എങ്ങനെ അവസാനിപ്പിച്ചാലും ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു പുസ്തകം അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് കോപ്പികൾ അച്ചടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ യഥാർത്ഥ പ്രതികളുടെ മുഖം പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഒരു വിഭാഗം ഉറച്ച് വിശ്വസിക്കുന്നതും അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യം എന്നായാലും പുറത്തു വരട്ടെ.